ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ചാനൽ സ്വാഗതം. അപ്പോൾ ഞാൻ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും പോയിട്ട് കാണണം, എന്നാലാണ് ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് ഞാൻ എങ്ങനെയാണ് നമുക്ക് ടാക്സ് ഫയൽ ഫില്ല് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മുന്നിട്ട് പോയിട്ട് ആ വീഡിയോ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ആഡ്സെൻസിൻ്റെ ഇതിൽ പോകും. ആഡ്സെൻസിൽ അക്കൗണ്ട് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും, മാനേജ് ടാക്സ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണണം. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസുകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ മിസ്സായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനം കിട്ടണത് പകുതിയായി മാറുന്നുള്ളൂ. അതതിൻ്റെ പെർസെൻറ്റേജ് വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഫുള്ളായിട്ട് കണ്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെ ആ പേജിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ആഡ് ടാക്സ് ഇൻഫോ കൊടുക്കുക. ടാക്സ് ഇൻഫോ കൊടുത്തതിന് ശേഷം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു വിൻഡോയിലാണ് എനിക്ക് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ സെൽഫായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്, നമ്മൾ മാത്രം. അതായത് നമ്മൾ ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ബ്രാൻഡിൻ്റെ പേരിലാണ് തുടങ്ങിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ താഴത്ത് കാണുന്ന നോൺ ഇൻഡിവിജ്വൽ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നോൺ ഇൻഡിവിജ്വലാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴത്ത് ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കാം. എന്നിട്ട് നമ്മൾ US സിറ്റിസനാണ് ചോദിക്കുന്നത്, അപ്പോൾ നോ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ രണ്ടൊരു താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഫോം കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ഒന്നാമത്തെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ കമ്പനി, അതായത് വല്ല ബ്രാൻഡാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ താഴത്തെ സർട്ടിഫിക്കറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നാമത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് പോവാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നെയിം ഓഫ് ഇൻഡിവിജ്വൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ നെയിം കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ബിസിനസ് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ബിസിനസ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ബിസിനസ്സിൻ്റെ പേര് കൊടുക്കുക. ആ യൂട്യൂബ് ചാനലിലെ ആ ഡീറ്റെയിൽസ്, നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക. നമ്മുടെ കൺട്രി ഇന്ത്യയാണ്, അപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഫോറിൻ ടിൻ ഉണ്ട്, ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. അപ്പോൾ നമ്മൾ US USI-TIN എന്ന് പറഞ്ഞാൽ നമ്മൾ US-ലല്ലല്ലോ, അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യേണ്ട. നമ്മൾ ഫോറിൻ ടിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ വരുന്നത് നമ്മുടെ പാൻ നമ്പർ കൊടുക്കണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് നമ്മുടെ അഡ്രസ്സ് നമ്മൾ ഇതിൽ കൊടുക്കുക. അഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആഡ്സെൻസിൽ കൊടുത്ത അഡ്രസ്സ് സെയിം അഡ്രസ്സ് കൊടുക്കണം. അതാണ് നമുക്ക് ഇവിടെ ആവശ്യം. അപ്പോൾ അത് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ അതിന് മുകളിൽ പെർമനൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ പെർമനൻറ്റ് റെസിഡൻസ് അഡ്രസ്സിലുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളവിടെ അഡ്രസ്സ് ഫില്ല് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ അഡ്രസ്സ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ താഴത്ത് സെയിം മെയിൽ അഡ്രസ്സ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കണം. അതായത് ഇത് തന്നെയാണ് നമ്മൾ ഈ അഡ്രസ്സ് തന്നെ മെയിലിങ്ങിന് ഉപയോഗിക്കുന്നുള്ളൊരു ഇതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അതിന് മുന്നേ നമ്മളതൊക്കെ കറക്റ്റ് അല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കണുണ്ടോ, കാരണം ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് യെസ് ആണ് കൊടുക്കേണ്ടത്. യെസ് കൊടുക്കുക. അതിനുശേഷം താഴത്ത് കൊടുക്കുന്ന ഈ ചെക്ക് ബോക്സും കൂടി ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ USA ലഭിക്കുന്ന ട്രാഫിക്കിൻ്റെ 15% ആണ്, 15% നമ്മുടെ ആഡ്സെൻസിൽ നിന്ന് കട്ടായി പോവാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഓക്കെ, അത് ടിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യുക. ഇന്ത്യ കൊടുത്തു. എന്നിട്ട് നമ്മൾ താഴത്ത് 3 റൂൾസാണുള്ളത്. അതായത് ഇതാണ് നമ്മുടെ റൂൾസ്. അപ്പോൾ ഇതാണ് നമ്മളിത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട സംഭവം. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ സർവീസസ് ആഡ്സെൻസ് എന്നുള്ള ഓപ്ഷൻ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളവിടെ ആർട്ടിക്കിൾ 7 പാരഗ്രാഫ് 1 എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ടാക്സ് റെഡ്യൂസ്ഡ് റേറ്റ് 0 എന്നുള്ള ആ ഓപ്ഷനും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ചെക്ക് ബോക്സ് എന്ന് വെച്ചാൽ നമ്മളത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യണമെന്നുള്ള ഒരു ചെക്ക് ബോക്സാണ്. അപ്പോൾ അത് നമ്മൾ എനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ ഇത് 3 നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യാം. മോഷൻ പിക്ചർ ആൻഡ് TV എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ആർട്ടിക്കൽ 12 ആൻഡ് പാരഗ്രാഫ് 2A2 എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം കാണുന്ന 15% റെഡ്യൂസ്ഡ് റേറ്റും ക്ലിക്ക് ചെയ്തു, അഗ്രി ചെയ്തു. അതുപോലെ തന്നെ വീണ്ടും താഴത്തെ അതർ കോപ്പി റൈറ്റ് എന്നുള്ള ഒരു റൂൾ നമ്മൾ അഗ്രി ചെയ്യാണ്. ആർട്ടിക്കൽ 12 ആൻഡ് പാരഗ്രാഫ് 2A2 എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം റെഡ്യൂസ്ഡ് റേറ്റ് 50% നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ വീണ്ടും അഗ്രി ചെയ്ത് കൊടുക്കുകയാണ്. ഈ 3 റൂളാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുക.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് പിന്നെ വരിക. അതായത് നമ്മൾ ഇതിൻ്റെ അപ്ലൈ ചെയ്തു എന്നുള്ള ഒരു ഫോമും കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം ഇത് നമ്മളെല്ലാം ഒന്ന് വായിച്ചു നോക്കണം, എന്നിട്ട് മാത്രമേ നമ്മളതിൽ കൺഫേം ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം ഇവിടെ കൺഫേമിൻ്റെ ടിക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ ഫുൾ ലീഗൽ നെയിമിൽ നിങ്ങളുടെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളിവിടെ നെയിം ടൈപ്പ് ചെയ്തതിന് ശേഷം താഴത്തെ കാണുന്ന യെസ് ക്ലിക്ക് ചെയ്യുക. യെസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് അമർത്താം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഓപ്ഷൻസാണ് കാണുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആക്ടിവിറ്റീസ് ആൻഡ് സർവീസ് പെർഫോംഡ് ഇൻ യൂസ് ആഫിഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നോ ക്ലിക്ക് ചെയ്തതിനു ശേഷം അവിടെ നമ്മൾ സർട്ടിഫൈ ചെയ്യുക, ആ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുക. ഇനി വരുന്ന ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതുവരെയായിട്ടും പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല, ആഡ്സെൻസിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മുകളിൽ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് പേയ്മെൻറ്റ് മുന്നേ കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ താഴത്തെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. താഴത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴത്തുള്ള ആ ചെക്ക് ബോക്സും കൂടി ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ഫസ്റ്റത്തെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ എല്ലാ സ്റ്റെപ്പുകളും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ആക്റ്റീവായി അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിലിലേക്ക്, രജിസ്റ്റർ ചെയ്ത ഇമെയിലിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. എല്ലാ സ്റ്റെപ്പുകളും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവസാനം അത് പണിയാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുവെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു അടിപൊളി ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.